ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2026 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ഉടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഡെയിലി ക്വിസ് വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുകയുണ്ടായി. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഈ വീഡിയോ കണ്ട ശേഷം ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതുകൂടി ഒന്ന് പോയി കാണുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ലഭിക്കുന്നതാണ്. നമുക്കിനി ഈ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെയുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ചോദ്യമാണ് ഈ ഒരു ബോണസ് ചോദ്യം. അതിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ ഈ വീഡിയോയുടെ അവസാനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുമ്പോൾ ജവഹർലാൽ നെഹ്റു രചിച്ച പ്രശസ്തമായ പുസ്തകം ഏതാണ്? വളരെ പ്രശസ്തമായ പുസ്തകമാണത്. പുസ്തകത്തിന്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ. മലയാളത്തിൽ ഇന്ത്യയെ കണ്ടെത്തൽ എന്നാണ് പറയുന്നത്. അഹമ്മദ് നഗർ കോട്ടയിൽ തടവിൽ കഴിയുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു കൃതി രചിച്ചിരിക്കുന്നത്. പേര് മറക്കരുത്, ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് അടിസ്ഥാനമായ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം മൗണ്ട് ബാറ്റൺ പദ്ധതി അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി. ഇംഗ്ലീഷിലാണെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ 3rd ജൂൺ പ്ലാൻ. അപ്പോൾ എന്താണ് ഈ ഒരു പദ്ധതി? ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ അടിസ്ഥാനമായിരുന്നു ഈ ഒരു പദ്ധതി. പദ്ധതിയുടെ പേര് മറക്കരുത്, മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ 3rd ജൂൺ പ്ലാൻ. ചോദ്യം നമ്പർ 3: ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമായ കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം ഏതാണ്? ഉത്തരം 1942 സിമ്പിളായിട്ട് ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം: കീഴരിയൂർ ബോംബ് കേസ് നടന്ന വർഷം ഏതാണ്? അപ്പോഴും ഉത്തരം 1942 തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലത്ത് എന്ന് ഈ ഒരു ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം എപ്പോഴാണ് നടന്നതെന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഉത്തരം 1942. അപ്പോൾ ഓർത്തിരിക്കുക, കീഴരിയൂർ ബോംബ് കേസ് നടന്നത് 1942. ചോദ്യം നമ്പർ 4: ഇന്ത്യക്കാർക്കായി ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരായിരുന്നു? PSC പരീക്ഷയ്ക്കടക്കം ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണിത്. ഇന്ത്യക്കാർക്കായി ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആണ് ലിൻ ലിത്കോ പ്രഭു. എപ്പോഴാണ് പ്രഖ്യാപിച്ചതെന്ന് ഓർത്തിരിക്കുക. ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വർഷവും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം 1940. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർത്തിരിക്കുക. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗാന്ധിജി അധ്യക്ഷനായ ഏക സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗാന്ധിജി അധ്യക്ഷനായ ഒറ്റൊരു സമ്മേളനമേ ഉണ്ടായിരുന്നുള്ളൂ. 1924 ബെൽഗാം സമ്മേളനമാണത്. എന്താണ് പ്രത്യേകത? ഇതിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഗാന്ധിജി അധ്യക്ഷനായ ഒരേയൊരു സമ്മേളനം, 1924 ബെൽഗാം സമ്മേളനം. ചോദ്യം നമ്പർ 6: ഷേർ എ പഞ്ചാബ് അല്ലെങ്കിൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഷേർ എ പഞ്ചാബ് അല്ലെങ്കിൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായ് ആണ്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ലാലാ ലജ്പത് റായ്. ചോദ്യം നമ്പർ 7: ചരിത്ര പ്രസിദ്ധമായ കാക്കോരി ഗൂഢാലോചന കേസ് അഥവാ അതൊരു ട്രെയിൻ കൊള്ളയാണ്. അത് നടന്ന വർഷം ഏതാണ്? ഉത്തരം 1925. 1925 ചരിത്ര പ്രസിദ്ധമായ കാക്കോരി ഗൂഢാലോചന കേസ് അഥവാ ട്രെയിൻ കൊള്ള നടക്കുന്നത്. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ തീയതി ഏതാണ്? ഉത്തരം 1931 മാർച്ച് 23. ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വർഷം 1930. തീയതി മാർച്ച് 23. ചോദ്യം നമ്പർ 9: തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏതാണ്?
ഉത്തരം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച വർഷം 1938 ആണ്. വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി ഏത് സ്ഥലമായിരുന്നു? ഉത്തരം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദി പയ്യന്നൂർ ആയിരുന്നു. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പയ്യന്നൂർ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അടുത്തത്. 11ാമത്തെ ചോദ്യം, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1946. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1946. PSC പോയിന്റ് ഓഫ് വ്യൂവിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931-32 കാലഘട്ടത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1931 പറയുക. 32ലും ഈ ഒരു സത്യാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 1931-32 കാലഘട്ടം എന്ന് കൊടുത്തിരിക്കുന്നത്. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, കേരളത്തിലെ ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1924-25 കാലഘട്ടം. കേരളത്തിലെ ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 എന്ന് ഓർത്തിരിക്കുക. 25ലും അതിൻ്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകിനെയാണ്. അതുപോലെ തന്നെ ആരാണ് വിശേഷിപ്പിച്ചത് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ വാലന്റൈൻ ചിറോൾ ആണ് ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അൺട്രസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും. PDF വേണ്ടവർ ഇപ്പോൾ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സരോജിനി നായിഡു ആണ്. 1925 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആവുന്നത്. വർഷം 1925. ചോദ്യം ശ്രദ്ധിക്കുക, ഇന്ത്യൻ വനിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് സരോജിനി നായിഡു ഉത്തരമായി വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷയായ വനിത എന്നായിരുന്നു ചോദ്യമെങ്കിൽ അതിന്റെ ഉത്തരം ആനി ബെസന്റ് ആണ്. ഓർത്തിരിക്കുക, ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, മലബാർ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇതിന്റെ ശരിയായ ഉത്തരം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അതോടൊപ്പം വിന്നേഴ്സിനെയും അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കാം. നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിന്റെ ഉത്തരവും വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉത്തരം കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പൻ. ഇനി ആരൊക്കെയാണ് ശരിയുത്തരം കമന്റ് ചെയ്ത സെലക്ട് ചെയ്യപ്പെട്ട വിന്നേഴ്സ് എന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യന്റെ വിജയികളായി സെലക്ട് ചെയ്യപ്പെട്ടവർ ഹയാൻ അബ്ദുള്ള, ദേവനാഥ് ചന്ദ്രൻ, അതുപോലെ തന്നെ അദ്വിക് MV, പ്രാർത്ഥന R, ആയിഷ സംറീൻ, നാദ ഫാത്തിമ, അർജുൻ, ഫാത്തിമത്ത് ഷിയാന K, ആദിൽ ഫർഹാൻ, തൂബ സൽമ, അതുപോലെ തന്നെ റയ ഫാത്തിമ. ഇത്രയും പേരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നറായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നവർ. ഇതേപോലെ ഒരു ബോണസ് ക്വസ്റ്റ്യനാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്. ഉത്തരം അറിയുന്ന എല്ലാവരും ഇതുപോലെ കമന്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിന്റെ കൂടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക. ആദ്യത്തെ പാർട്ട് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഈ രണ്ട് പാർട്ടിലൂടെ നമ്മൾ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. വരുന്ന പാർട്ടിൽ നമുക്ക്
കൂടുതൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ കൂടുതൽ പ്രധാനപ്പെട്ട കുറച്ച് ടഫായ ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ അവസാനം നിങ്ങൾക്ക് സ്വാതന്ത്ര്യദിനമാകുമ്പോഴേക്കും സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിച്ചു തീരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.